ഹലോ വെൽക്കം ടു സിനിമോട്ടമാൻ. ഈ ഇയറിൽ നമ്മൾ വാങ്ങുന്ന നാലാമത്തെ ഗാഡ്ജറ്റാണ് ഡിജിടെക്കിൻ്റെ DWM-116 എന്ന വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം. 2-in-1 പാക്കാണ്, അതായത് ഒരു റിസീവറും 2 മൈക്രോഫോൺസും. ഇവർ നമ്മൾ വാങ്ങിയിട്ട് 1 month എബോ ആയിരിക്കുകയാണ്. അൺബോക്സിംഗ് സമയത്ത് ചെറിയൊരു റീൽ വീഡിയോ നിങ്ങൾക്ക് തന്നിരുന്നു. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഇവൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ ആണ്. യെല്ലോയും ബ്ലാക്കും ആയിട്ടുള്ള ഒരു വളരെ മനോഹരമായ ഒരു ക്യൂട്ട് ബോക്സിലാണ് നമുക്ക് ഇവനെ ലഭിക്കുന്നത്. ഇവൻ്റെ കീ ഫീച്ചറൊക്കെ ഇതിനകത്തൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് 40 meter വയർലെസ് ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ്, 2.4 GHz വയർലെസ് ആണ് വരുന്നത്. ആൻഡ് 6 hours ആണ് നമുക്ക് ഇവൻ്റെ റണ്ണിങ് ടൈം കിട്ടുന്നത്. ആൻഡ് 360 സൗണ്ട് ക്യാപ്ചറിങ്, ഫൈനലി നോയ്സ് ക്യാൻസലേഷൻ. ഇതൊക്കെ ഒരു ഭീകര കീ ഫീച്ചറൊന്നുമല്ല, കാരണം ഇവൻ്റെ കോമ്പറ്റീറ്റീവ് മോഡൽസിലൊക്കെ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ വശങ്ങളിലൂടെ ഇവർ വിവരിച്ചിട്ടുണ്ട്. അത് മൈക്രോഫോണാണ് ശരി, ഇതിൻ്റെ റിസീവറാണ് ശരി, ഇതിൽ വരുന്ന മൾട്ടി ഫങ്ഷൻ സ്വിച്ച് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇതിനകത്ത് സിമ്പിളായിട്ട് ഇവർ വിവരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡാണ് വളരെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവനെ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിലാണ് വാങ്ങിച്ചത്. യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. ഇതിൽ സ്പോഞ്ച് മെറ്റീരിയലാണ്, അതിൻ്റെ നടുക്ക് ഇവനെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ, ഇതും ബ്ലാക്ക് ആൻഡ് യെല്ലോ വളരെ ക്യൂട്ടായുള്ളൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഉള്ളൊരു മനോഹരമായൊരു ബോക്സാണ്. ഇവിടെ എൻ്റെ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. സോ നമുക്കിതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, വളരെ മനോഹരമായിട്ട് ഒതുങ്ങി ഈ കേസിൻ്റെ അകത്ത് ഇവൻ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് മൈക്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇത് ഇങ്ങനെ അല്ല, ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത്. മൈക്കിൽ ഈ ഒരു മൾട്ടിഫങ്ഷൻ സ്വിച്ചാണ് വരുന്നത്. ഈ സ്വിച്ച് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിസീവർ എടുത്ത് മൈക്കിൽ കണക്ട് ചെയ്ത് ഇത് നമ്മളുടെ കോളറിലും അല്ലെങ്കിൽ ഉടുപ്പിൽ എവിടെയെങ്കിലും കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ഓണാണ്. അല്ലെങ്കിൽ തന്നെ എടുക്കുമ്പോൾ തന്നെ ഇത് കണക്റ്റഡ് ആണ്, ഓണാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടോ? ഈ ബ്ലിങ്ക് ചെയ്യുന്നത് അതായത് ഇതിൻ്റെ വയർലെസ് കണക്ഷൻ ഓൺ പ്രോസസ്സിങ് ആയതുകൊണ്ടാണ്. കാരണം ഈ റിസീവർ ഇവിടെ തന്നെ ഇരിക്കുമല്ലേ, ഇതൊന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കണക്റ്റ് ആയി ഉണ്ടല്ലേ. ഈ സെൻറ്ററിലുള്ള 2 ബ്ലൂ ഇൻഡിക്കേഷൻസ് കാണിക്കുന്നത് ഓരോ മൈക്കിനുമുള്ള കണക്ഷൻസാണ്. ഇവർ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇത് കണക്ഷൻ ഓൺ പ്രോസസ്സാണ്. കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വിച്ചും ഈ കണ്ടില്ലേ തൊട്ട് താഴത്തുള്ള ഈ ഒരു കണക്ഷൻ ബ്ലൂ കണക്ട് കത്തി തന്നെ നിൽക്കുന്നതാണ്. ഇവിടെ ഇത് കത്തി തന്നെ നിൽക്കുന്നതാണ്. സോ കോൺസ്റ്റൻറ്റ് കത്തി നിൽക്കുന്നതുകൊണ്ട് ഇത് കണക്റ്റഡ് ആണെന്നുള്ളതാണ്. ആൻഡ് ഒരു പ്രാവശ്യം ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആകാനും ഓഫ് ആക്കാനും പറ്റും. 2 തവണ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ റിവർബ് മോഡ് ഓൺ ആവുന്നതാണ്. 3 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 2 3 ഇവൻ മ്യൂട്ടായി പോകും. കണ്ടില്ലേ, ആ ബ്ലൂ മാറി റെഡ് ആയതുകൊണ്ടോ ഇവൻ മ്യൂട്ടായി പോകും. ഇനി 3 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ ഓഫ് ആവും. 1 2 3 ആയില്ല, 1 2 3 ഓൺ ഓഫ് ആയിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ റിവർ മോഡിലാണ്. അപ്പോൾ 2 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫായി. ഇപ്പം നോർമൽ മോഡിലാണ് ഇത് കിടക്കുന്നത്. 1 ഞെക്കി കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷനുമായി. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ആൻഡ് ഇനി റിസീവർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കണ്ടില്ലേ, താഴെയാണ് ഇതിൻ്റെ ടൈപ്പ് സി കണക്ഷൻസ് ഒക്കെ വരുന്നത്. ഈ ഒരു ജാക്ക് വരുന്നത് 3.5mm ജാക്ക് വരുന്നത്. ഇതിൻ്റെ ആക്സറി ഉണ്ട്, മറ്റു DSLR ക്യാമറയിലൊക്കെ ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള അതിന് വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഇവിടെയാണ് ഇവൻ്റെ ഒരു ക്ലിപ്പ് വരുന്നത്. സ്വിച്ച് മാത്രമാണ് വരുന്നത്. ഈ സ്വിച്ച് നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഇവിടെ 3 ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ കാണുന്ന ബാറ്ററിയുടെയാണ്. ഇത് ബാറ്ററി ചാർജ് ആകുമ്പോൾ ഗ്രീൻ കത്തിക്കൊണ്ടിരിക്കും. ഇനി ഇവിടെ ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ റെഡ് ആയിരിക്കും കാണുന്നത്. ഇപ്പം ഇവിടെ നടുക്ക് കാണുന്ന 2 എണ്ണം കാണുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൻ്റെ കണക്ഷൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ ബ്ലൂ കണ്ടോ, ഇത് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇത് 1 2 3 നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ളത്. അത് ഇവിടെ നിന്ന് പ്രസ് ചെയ്താൽ മതി. 1 2 3 അതായത് ക്യാപ്ചറിങ് സൗണ്ട്, നമ്മുടെ ഈ മൈക്കിൽ നിന്ന് കിട്ടുന്ന ക്യാപ്ചറിങ് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണത്. ഇത് 3 തന്നെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, നമുക്ക് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. ഇത് 3 തന്നെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാപ്ചറിങ് സൗണ്ട് ഫുള്ളാണ്. അത്രേ ഉള്ളൂ എൻ്റെ കണക്ഷൻ എന്ന് പറയാം. സിമ്പിൾ പരിപാടിയുണ്ട്. ഓപ്പറേഷൻ സിസ്റ്റംസൊക്കെ നമുക്ക് പിന്നെ സേഫായിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർജ് ആവുന്നുണ്ട്. കണ്ടല്ലേ, മൈക്കും ഇവിടെ ചാർജിങ് ആണ്. അപ്പോൾ ഗ്രീൻ കത്തുന്നുണ്ടെങ്കിൽ ചാർജിങ് ആണ്. ഇവനെ ചാർജ് ആക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി പേഴ്സൻറ്റേജ് നമുക്കിവിടെ കാണിക്കുന്നതാണ്. നമുക്കിത് കാണാം.
ചാർജ് ആക്കുമ്പോൾ അതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ഇത് ഇവിടെ കാണിക്കുന്നതായിരിക്കും 92%. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പെട്ടെന്നൊന്നും ഇവനെ യൂസ് ചെയ്ത് നമുക്ക് ബാറ്ററി ഡൗൺ ആവില്ല, അത് തന്നെ വലിയൊരു ക്വാളിറ്റിയാണ്. ആൻഡ് ഇനി ഈ ബോക്സിൽ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് ചാർജ് വെച്ചാണ്. ഈ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കവറാണ് ഒന്നുമില്ല. ഇത് ഓൾറെഡി ഞാനൊന്ന് പൊട്ടിച്ചാണ് കേട്ടോ, ജസ്റ്റ് നോക്കിയിട്ട് എന്നിട്ട് തിരിച്ചു വെച്ചു. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വീണ്ടും എടുക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് എടുക്കുന്നത്. നിങ്ങൾ തൽക്കാലം ഇവിടെ ഇരിക്കണേ. ഒരു കേബിളാണ്. ഈ കേബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് DSLR ക്യാമറ ടു നമുക്ക് ക്യാമറ ടു റിസീവറിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് റിസീവറിലേക്ക് നേരത്തെ കാണിച്ച ജാക്കിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ഷൻ കേബിളാണ് ഇത് വരുന്നത്. പിന്നെ വരുന്നത് വിൻസ്ക്രീനാണ്. ഓരോ മൈക്കിലും 2 അതിൻ്റെ അകത്തുണ്ട്. ഇത് ക്ലിപ്പാണ്. മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യുമ്പോൾ ഇത് വിൻസ്ക്രീൻ ഒന്നുകൂടെ കേട്ടോ. ഇതിൻ്റെ ചാർജിങ് കേബിളാണ് വരുന്നത്. ക്ലിപ്പുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് താഴെപ്പോയി. പിന്നെ വരുന്ന ഒരു ക്ലിപ്പാണ്. ഓരോ മൈക്കിനും ഓരോ ക്ലിപ്പുകൾ വെച്ചിട്ട് നമുക്കുണ്ട്. യെസ്, ഉടുപ്പിൽ മാഗ്നറ്റിക്കലി വെക്കുന്ന പോലെ തന്നെ ഇവിടേക്ക് വെച്ചിട്ട് വേണം ഇങ്ങനെ വെക്കാം. ആവശ്യമാണെന്ന് പറയുന്നത് കുറച്ച് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു സാധനമാണ്. അത് വെച്ചേക്കാം. പിന്നെ OTG കണക്ടറുകൾ ലഭിക്കുന്നതായിരിക്കും. C2 ഐഫോണിനുള്ള കണക്ടറുമാണ് ലഭിക്കുന്നത്. പിന്നെ അതൊരു യൂസർ മാനുവലുണ്ട്. യെസ്, ഒരു യൂസർ മാനുവലുണ്ട്. അതിനകത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിപാടിയാണ് അതിനകത്തുള്ളത്. അതിനകത്ത് ഫോണിൽ എങ്ങനെ കണക്ട് ചെയ്യണം, ക്യാമറയിൽ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഇൻഡിക്കേറ്ററിൻ്റെ പരിപാടികളൊക്കെ വിശദീകരിച്ചിട്ടുള്ള സാധനം ഇവിടെയുണ്ട്. പ്ലാസ്റ്റിക്കുകൾ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ചുറ്റിക്കുട്ടി വെക്കാം. ഇനി നമുക്ക് മൈക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് നേരത്തെ കാണിച്ച ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ഇതേ മറ്റേ കണക്ടർ എടുത്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ കയറ്റി വെക്കാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ കണക്ഷൻ എടുത്തിട്ട് നമുക്കിത് ഇതിൻ്റെ കേസിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഇതിൻ്റെ ക്യാച്ചറാണ്. ആ ക്യാച്ചർ ഇങ്ങനെ പുറകെ വെച്ചിട്ട് മാഗ്നറ്റിക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ആൻഡ് നമുക്ക് വീഡിയോസൊക്കെ ഇത് ഗംഭീരമായിട്ട് പക്കായിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുന്നതാണ്. ഉള്ളൂ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ വന്നത്. ആൻഡ് നമുക്ക് ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് C2 ഐഫോണിൻ്റെ കേബിൾ കണക്ട് ചെയ്യാം. അതിൽ OTG കണക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് C2C വേണ്ടല്ലേ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. ഫോണിലാണെന്നുണ്ടെങ്കിൽ ആശാൻ തീ പിടിക്കുന്നോളൂ കാണാം. സോ ഇനി എനിക്ക് ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോയ്ക്ക് അടിപൊളിയായിട്ട് സൗണ്ട് ക്യാപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇരിക്കാൻ പോകുന്നത് DJയുടെ ഈ നമ്മുടെ ഈ മൈക്കിൽ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഡിജിടെക്കിൻ്റെ ഈ മൈക്കിൽ നിന്നുള്ള ശബ്ദമാണ്. ഇത് നോർമൽ മോഡിൽ നിൽക്കുകയാണ്, മീൻ നോയിസ് ക്യാൻസലേഷനിൽ നിൽക്കുകയാണ്. ഇനി ഇവൻ്റെ റിവർബ് മോഡ് ഒന്നുകൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. യെസ്, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഇവൻ്റെ റിവർബ് മോഡാണ്. അതായത് പറയുന്ന കാര്യത്തിൻ്റെ 2-3 ഒരു ഈക്കോ അടിക്കുന്ന പോലെ കാണിക്കുന്നതിന് പറയുന്ന പേരാണ് 3 റിവർബ് എന്ന് പറയുന്നത്. അപ്പോൾ റിവർബ് മോഡാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. പിന്നെ 3 ഞെക്കി നമ്മൾ മ്യൂട്ട് ടൈപ്പോ അപ്പോൾ റെഡ് കിട്ടും. സോ അത് നിങ്ങൾ കാണിക്കാൻ പോകും. വീണ്ടും 2 ഞെക്കി ഞാൻ നോയിസ് ക്യാൻസലേഷനിൽ വരാം. ഇനി നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കുമ്പോൾ ഇത് അവസ്ഥ ഞാൻ നോക്കിയിട്ടില്ല അവിടെ. ഇതാണ് ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഇപ്പം ഓഫ് ആക്കിയിരിക്കുകയാണ്. വേറൊരു കാര്യമുണ്ട്, നിങ്ങളിപ്പോൾ ഇത്ര നേരം കേട്ടോണ്ട വോയിസ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഞാൻ മൈക്കൊന്ന് യൂസ് ചെയ്യാതെ പറഞ്ഞു വന്നത് മൈക്ക് ഓഫ് ആക്കാതെ DJയുടെ ഈ ക്യാമറയെ കൂടെ കേട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി 3-4 മൈക്ക് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ക്യാമറ കേൾക്കുന്ന വോയിസും ഡിജിറ്റലിന് കേൾക്കുന്ന വോയിസും പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുമോ എന്നുള്ള എനിക്ക് ഡൗട്ടുണ്ട്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മൈക്കിലെ വോയിസ് എന്ന് പറയുന്നത്, വോയിസ് ക്യാപ്ചറിങ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു മൈക്ക് വാങ്ങാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ ഡിജിറ്റലിൻ്റെ DWM-116 പ്രൈസ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളുക. സോ തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിക്കുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ 5-ാമതും 6-ാമതും ഒക്കെ ഗാഡ്ജറ്റ് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പം കൂടുതൽ എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ ആയിട്ട് ഞാൻ പുറകെ വരുന്നതായിരിക്കും. ആൻഡ് ദിസ് ഈസ് സിനിമാട്ടോമാൻ. നമുക്ക് അടിപൊളി ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കണ്ടുപിടിക്കാം. ഓക്കെ.